ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിസിക്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ 10ാമത്തെ ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിനകത്ത് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ന്യൂമറിക്കൽസ്, ഡെറിവേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is, briefly explain the working of hydraulic lift. അതായത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ സാധാരണ പാസ്കൽസ് ലോയും അതുപോലെ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിങ്ങും ഒരുമിച്ചാണ് ചോദിക്കാറുള്ളത് എക്സാമിന്. അപ്പോൾ എന്താണ് പാസ്കൽസ് ലോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ്? whenever external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. അല്ലേ? അതായത് ഒരു എക്സ്റ്റേണൽ പ്രഷർ നമ്മളൊരു ഫ്ലൂയിഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ബി ട്രാൻസ്മിറ്റഡ് ഈക്വലി. അതായത് അൺഡിമിനിഷ്ഡ് ആയിട്ട് അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ ഭാഗത്തും അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതാണ് പാസ്കൽസ് ലോയിൽ നമ്മൾ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് അതുപോലെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ഒരു ഡയഗ്രാം വരയ്ക്കണം. അതായത് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ യൂസ് എന്താണ്? വൈ വി ആർ യൂസിങ് ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് യൂസ് ടു ലിഫ്റ്റ് ഹെവി ലോഡ്, അല്ലേ? അതായത് ഹെവി ലോഡ് നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഒരു വെസൽ എൻക്ലോസ്ഡ് വിത്ത് ലിക്വിഡാണ്, അല്ലേ? ലിക്വിഡാണ് അതിനകത്ത് എടുത്തിട്ടുള്ളത്. ആൻഡ് ഹിയർ ദർ ആർ 2 സിലിണ്ടേഴ്സ്, അല്ലേ? 2 സിലിണ്ടേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ക്യാൻ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് 2 പിസ്റ്റൺസ്. അതായത് പിസ്റ്റണിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ് A1 A2. അതായത് അവിടെ ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നത് കാണാൻ കഴിയും. സോ A1 A2 എന്ന് പറയുന്നത് എന്താണ്? സോ ഏരിയാസ് ഓഫ് ദാറ്റ് പിസ്റ്റൺ ആണ്. ഇനി സപ്പോസ് വി അപ്ലൈ ഫോഴ്സ് F1 ഓൺ ദ സ്മോളർ പിസ്റ്റൺ. അതായത് സ്മോളർ പിസ്റ്റണിൽ നമ്മൾ F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രഷർ എങ്ങനെ കാണാൻ പറ്റും? പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ ആണ്. അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയാണെന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഫോഴ്സ് F1 ആണ് അവിടെ ഉള്ളത് ബൈ ഏരിയ A1. ഓക്കെ, സോ P വിൽ ബി ഈക്വൽ ടു F1 ബൈ A1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ ദിസ് പ്രഷർ വിൽ ബി ട്രാൻസ്മിറ്റഡ് ഈക്വലി ടു ദ ലാർജർ പിസ്റ്റൺ ഓഫ് ഏരിയ A2. അതായത് ഒരു സ്മോളർ പിസ്റ്റണിലാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതെങ്കിലും പാസ്കൽസ് ലോ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ ഫോഴ്സ് അല്ലെങ്കിൽ ഈ പ്രഷർ എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും? ഏരിയ A2വിലേക്കും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവും, ലാർജർ പിസ്റ്റണിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ ഉണ്ടാവുന്ന F2 എന്ന് പറയുന്ന അപ്വേർഡ് ഫോഴ്സ് എത്രയായിരിക്കും? അതായത് A2 ആണ് അവിടുത്തെ ഏരിയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സിനെ എങ്ങനെ കാണാൻ പറ്റും? പ്രഷർ ഇൻറ്റു ഏരിയ കണ്ടാൽ മതി. സോ P ഇൻറ്റു A2 എന്ന് എഴുതാമല്ലോ. നൗ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫ്രം ഇക്വേഷൻ 1. അതായത് സെക്കൻഡ് ഇക്വേഷനിൽ പ്രഷറിന് പകരം നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലുള്ള പ്രഷറിൻ്റെ ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വാട്ട് വി വിൽ ഗെറ്റ്? F2 ഇസ് ഈക്വൽ ടു Pക്ക് പകരം എന്തെഴുതാം? F1 ബൈ A1 ഇൻറ്റു A2 എന്ന് എഴുതാം, അല്ലേ? സോ റീഅറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ കിട്ടും? F2 ഇസ് ഈക്വൽ ടു F1 ഇൻറ്റു A2 ബൈ A1 എന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദ ഫോഴ്സ്. ഓക്കെ, അതായത് F2 വിൽ ബി ഈക്വൽ ടു F1 ഇൻറ്റു A2 ബൈ A1. അവിടെ നിന്ന് എന്താ മനസ്സിലാവുന്നത്? F2 എന്ന് പറയുന്ന ഫോഴ്സ് ആണ് എവിടെ കിട്ടുന്നത്? ലാർജർ പിസ്റ്റണിൽ കിട്ടുന്ന ഫോഴ്സ്, അല്ലേ? അത് എത്രയൊക്കെ ഈക്വൽ ആയിരിക്കും? F1 ഇൻറ്റു A2 ബൈ A1 എന്ന് പറയുന്നതിന് ഈക്വൽ ആയിരിക്കും. അതായത് F2വിൻ്റെ കൂടെ A2 ബൈ A1 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും എന്തായിരിക്കും കിട്ടുക? F2 എന്ന് പറയുന്നത് ഒരു ഹൈ വാല്യൂ. യോ വി ക്യാൻ സീ ദാറ്റ് A2 ബൈ A1 വിൽ ബി ടു മച്ച് ഗ്രേറ്റർ ദാൻ 1, അല്ലേ? എന്തായാലും 1നേക്കാളും ഹയർ വാല്യൂ ആണ് കിട്ടുന്നത്. സോ ഇഫ് യു മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് F1 then what will happen? Here F2 will be too much greater than F1. Okay, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ദിസ് മെത്തഡ് ക്യാൻ ബി യൂസ് ടു ലിഫ്റ്റ് ഹെവി ലോഡ് ബൈ അപ്ലൈയിങ് വെരി സ്മോൾ ഫോഴ്സ്. ഓക്കെ, now we have a numerical. The question is, a hydraulic automobile lift is designed to lift cars with a maximum mass of 3000 kg. The area of cross section of the piston carrying 425 centimeters square. What maximum pressure would the സ്മോളർ പിസ്റ്റൺ ഹാവ് ടു ബെയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് തന്നിട്ടുള്ളത് എന്താണ്? ഒരു ഹൈഡ്രോളിക് ആയിട്ടുള്ള
ഓട്ടോമാറ്റിക് ലിഫ്റ്റാണ് വിച്ച് ഇസ് ഡിസൈൻ ടു ലിഫ്റ്റ് എ കാർസ് വിത്ത് മാക്സിമം മാസ് എത്രയാണ് 3000 കിലോഗ്രാം ആണ്. അപ്പോൾ അതിൻ്റെ മാസ് മാക്സിമം തന്നിട്ടുള്ളത് 3000 കിലോഗ്രാം ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ പിസ്റ്റൺ എന്ന് പറയുന്നത് 425 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ബട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മാക്സിമം പ്രഷർ ദാറ്റ്, അതായത് സ്മോളർ പിസ്റ്റണിൽ ഉണ്ടാവുന്ന മാക്സിമം പ്രഷറാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ദാറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് പാസ്കൽസ് ലോ അല്ലേ. നമ്മൾ പാസ്കൽസ് ലോ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്കൽസ് ലോ പ്രകാരം ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്തായിരിക്കും, രണ്ട് പിസ്റ്റണിലും എന്തായിരിക്കും കിട്ടുന്നത്, സെയിം പ്രഷറാണ് അല്ലേ. ദാറ്റ് വിൽ ബി ഈക്വലി ട്രാൻസ്മിറ്റഡ് ടു ദ ഹോൾ ലിക്വിഡ് അല്ലേ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും രണ്ട് പിസ്റ്റണിലേക്കും എന്തായിരിക്കും കിട്ടുന്നത്, സെയിം പ്രഷർ ആയിരിക്കും കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് പ്രഷർ ഓൺ 2 pistons വിൽ ബി ദ സെയിം അല്ലേ. അതായത് രണ്ട് പിസ്റ്റണിലും ഉണ്ടാകുന്ന പ്രഷർ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, പ്രഷർ ജസ്റ്റ് P is equal to F1/A1 ദാറ്റ് ഈസ് ഈക്വൽ ടു F2/A2 ആണ്. അപ്പോൾ ഏത് പ്രഷർ കണ്ടാലും എന്താ കിട്ടുന്നത്, സെയിം ആണ്. നമുക്ക് എങ്ങനെ എഴുതാം, P വിൽ ബി ഈക്വൽ ടു F2/A2. അതെന്തിന് ഈക്വൽ ആണ്, F2/A2 എന്ന് പറയുന്നത് mg, ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ mg/A2 ഈക്വൽ അല്ലേ. അപ്പോൾ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m 2000 ആണ്. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് 3000. Okay, then it will be 3000 into g is 9.8 divided by 425 into 10⁻⁴. അതായത് 425 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ 10⁻² ഹോൾ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് 10⁻⁴ ആയത്. സോ വെൻ വി കാൽക്കുലേറ്റ് ദാറ്റ് വി വിൽ ഗെറ്റ് ദ പ്രഷർ ഓൺ ദ പിസ്റ്റൺ. അതായത് രണ്ട് പിസ്റ്റണിലും ഉണ്ടാകുന്ന പ്രഷർ സെയിം ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് സെയിം വാല്യൂ ആയിരിക്കും. ഓക്കെ, now we can move to the next question. This is also a numerical. 2 syringes of different cross sections without needles. Okay, needles ഇല്ലാതെയാണ് എടുത്തിട്ടുള്ളത്. 2 syringes ആണ്. അവയുടെ ക്രോസ് സെക്ഷൻസ്, അതായത് ഏരിയ എങ്ങനെയാണ്, ഡിഫറെൻ്റ് ആണ്. filled with water are connected with a tightly fitted rubber tube filled with water. Now, diameters of the smaller piston and larger piston are 1 cm and 3 cm respectively. Find the force exerted on the larger piston when a force of 10 Newton is applied to the smaller piston. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്, 2 സിറിഞ്ചസ് ഉണ്ട്. അവയുടെ ക്രോസ് സെക്ഷൻസ് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൻഡ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ദേ ആർ കണക്റ്റഡ് വിത്ത് എ ടൈറ്റ്ലി ഫിറ്റഡ് റബ്ബർ ട്യൂബ്. ഫിൽഡ് വിത്ത് വാട്ടർ ആണ്, അതായത് ടൈറ്റ്ലി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു റബ്ബർ ട്യൂബായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. ഡയമീറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, സ്മോളർ പിസ്റ്റണിൻ്റെയും ലാർജർ പിസ്റ്റണിൻ്റെയും ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. ദേ ആർ 1 cm ആൻഡ് 3 cm റെസ്പെക്റ്റീവ്ലി. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി ലാർജർ പിസ്റ്റൺ, അതായത് ലാർജർ പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആണ് കാണേണ്ടത്. എപ്പോഴാണ്, അതായത് സ്മോളർ പിസ്റ്റണിലുള്ള ഫോഴ്സ് എത്രയാണ് തന്നിട്ടുണ്ട്, 10 Newton ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് സ്മോളർ പിസ്റ്റണിൽ 10 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാർജർ പിസ്റ്റണിൽ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ദാറ്റ് ഈസ് ഫൈൻഡ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി ലാർജർ പിസ്റ്റൺ വെൻ എ ഫോഴ്സ് ഓഫ് 10 Newton ഈസ് അപ്ലൈഡ് ടു ദ സ്മോളർ പിസ്റ്റൺ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക, ഏത് ലോ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. F2 is equal to F1 into A2/A1 ആണ്. ഇവിടെ F2 എന്ന് പറയുന്നത് എന്താണ്, ലാർജർ പിസ്റ്റണിൻ്റെ ഉണ്ടാവുന്ന ഫോഴ്സ് ആണ്. ദെൻ F1 എന്ന് പറയുന്നത് സ്മോളർ പിസ്റ്റണിലുള്ള ഫോഴ്സ്. ദെൻ A2 ആൻഡ് A1 ആർ ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഡയമീറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അതൊന്ന് മെൻഷൻ ചെയ്യാം. അതായത് ഫസ്റ്റ് പിസ്റ്റണിലുള്ള ഡയമീറ്റർ എത്രയാണ്, 1 cm. അതുപോലെ തന്നെ ലാർജർ പിസ്റ്റണിലാണെങ്കിൽ 3 cm ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും, 1/2 ആണ്. അതേപോലെ 0.5 വരും. ദെൻ 3/2, സോ 1.5 വരും അല്ലേ. ഇനി അതിന് നമുക്കൊന്ന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് πr² കാണാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസിൽ എങ്ങനെ കാണാൻ പറ്റും, 0.5 × 10⁻² ആണ് എന്ത് വരുന്നത്, അതിൻ്റെ റേഡിയസ് വരുന്നത്. അപ്പോൾ ഏരിയ എത്രയായിരിക്കും, π × 0.5 × 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അതേപോലെ തന്നെ ലാർജർ പിസ്റ്റൻ്റെ ഏരിയ എത്രയാണ്, π × 1.5 × 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, πr² ആണ്. അപ്പോൾ π × 1.5 × 10⁻² ദ ഹോൾ സ്ക്വയർ. സോ that value we have to substitute in this equation. അപ്പോൾ എങ്ങനെയാണ് F2 കാണുക, F2 is equal to F1 into A2/A1. സോ F1ന് പകരം എത്രയാണ്, 10 Newton ആണ്. സോ 10 into എങ്ങനെ എഴുതാം, A2ന് പകരം π × 1.5 × 10⁻² ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1, π × 0.1 × 10⁻² ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, 0.5 × 10⁻²
ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 10 × 9 ദാറ്റ് ഈസ് 90 ന്യൂട്ടൺ ആണ് അവിടെ കിട്ടുന്ന ഫോഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഡു യു മീൻ ബൈ സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ? എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് സ്റ്റഡി ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അറ്റ് എനി ഗിവൺ പോയിന്റ് ദ വെലോസിറ്റി ഓഫ് ഈച്ച് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ ടൈം. ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന ഒരു ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം? അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അത്തരം ഫ്ലോയാണ് നമ്മൾ എന്ത് പറയുക? സ്ട്രീം ലൈൻ ഫ്ലോ അല്ലെങ്കിൽ സ്റ്റഡി ഫ്ലോ എന്ന് പറയാം. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ദാറ്റ്? ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഈസ് സെഡ് ടു ബി സ്റ്റഡി ഇഫ് അറ്റ് എനി ഗിവൺ പോയിന്റ് the velocity of each passing fluid particle remains constant in time. That is, the flow of fluid is said to be steady if at any given point the velocity of each passing fluid particle remains constant in time. ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന പാർട്ടിക്കിൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ പാർട്ടിക്കിളിൻ്റെയും വെലോസിറ്റി എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സച്ച് ഫ്ലോ ഈസ് കോൾഡ് സ്ട്രീം ലൈൻ ഫ്ലോ ഓർ സ്റ്റഡി ഫ്ലോ. നൗ വി ഹാവ് വാട്ട് ഈസ് ടർബുലൻറ്റ് ഫ്ലോ? എന്താണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്? ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? സ്ട്രീം ലൈൻ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും ആൻഡ് ഇറഗുലർ ഫ്ലോ സ്റ്റാർട്ട്സ്. ഈ ഇറഗുലർ ഫ്ലോയെ പറയുന്ന പേരാണ് ടർബുലൻറ്റ് ഫ്ലോ. അതായത് ആക്ച്വലി ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ ഇറഗുലർ ഫ്ലോ ആണ് വെർ ദ സ്പീഡ് വിൽ ബി മോർ. അതായത് സ്പീഡ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ടർബുലൻറ്റ് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. അതായത് സ്ട്രീം ലൈൻ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും, അതുപോലെ തന്നെ അത് ഇറഗുലർ ആയിട്ട് മാറും. അത്തരം ഫ്ലോയാണ് നമ്മൾ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ദാറ്റ്? ബിയോണ്ട് എ ലിമിറ്റിംഗ് സ്പീഡ് കോൾഡ് ക്രിട്ടിക്കൽ സ്പീഡ് ദ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ലോസസ് സ്റ്റെഡിനെസ് ആൻഡ് ഇസ് കോൾഡ് ടർബുലൻറ്റ് ഫ്ലോ. ദാറ്റ് ഈസ് ബിയോണ്ട് എ ലിമിറ്റിംഗ് സ്പീഡ് കോൾഡ് ക്രിട്ടിക്കൽ സ്പീഡ് the flow of fluid loses steadiness and is called turbulent flow. So എന്താണ്? ക്രിട്ടിക്കൽ സ്പീഡിനേക്കാൾ കൂടുതലാണ് ഫ്ലൂയിഡ് ഫ്ലോയുടെ സ്പീഡ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദാറ്റ് ലോസസ് സ്റ്റെഡിനെസ്. അത് സ്റ്റെഡിനെസ് നഷ്ടപ്പെടും, അതുപോലെ തന്നെ അത് ടർബുലൻ്റ് അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.